ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിക്കുന്നു. ഈ സെക്ഷൻ നയിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ ജേക്കബ് മാത്യു ആണ്. ബ്രദറിനോട് ചേർന്ന് നമുക്കെല്ലാവർക്കും ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ പരിശ്രമിക്കും. കർത്താവ് നമ്മെ വ്യക്തിപരമായി അനുഗ്രഹിക്കുന്ന അനുഗ്രഹദായകമായ ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന സമയമാണ് ആരാധനയുടെ സമയം. നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ സൗഖ്യവും സമാധാനവും കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. കാരണം നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് വാഗ്ദാനം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒത്തിരി മടുപ്പിൻ്റെ അവസ്ഥയിൽ, വേദനയിൽ, സങ്കടത്തിലൊക്കെ ആയിരുന്നാലും നമ്മുടെ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിശ്വസിക്കുന്നവർ കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമ്മൾ ദാനിയേൽ പ്രവചനം അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതവിടെ 3 യുവാക്കൾ അവർ തീച്ചൂളയിൽ എറിയപ്പെട്ടതായി വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയും അവർ സത്യദൈവത്തെ ആരാധിച്ചതിൻ്റെ പേരിൽ, ഈശോയെ മാത്രം ആരാധിച്ചതിൻ്റെ പേരിൽ തീച്ചൂളയിൽ എറിയപ്പെടുകയും. പ്രിയമുള്ളവരെ, അവരെക്കുറിച്ച് ദൈവവചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. അവർ അഗ്നിയിൽ വീണ് കഴിഞ്ഞപ്പോൾ കർത്താവിന് സ്തുതികൾ ആലപിച്ചുകൊണ്ട്, ദൈവസ്തുതികൾ ആലപിച്ചുകൊണ്ട് അഗ്നിയുടെ മധ്യത്തിലൂടെ നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഏത് വേദനയിലൂടെ നമ്മൾ കടന്നു പോകട്ടെ, ഏത് പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകട്ടെ, അതിൻ്റെ മധ്യത്തിൽ നിന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അന്ന് ആ യുവാക്കളുടെ മധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവമഹത്വം കടന്നു വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മർക്കോസ് സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഇതാ അവിടെ 12 വർഷമായി രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയും, പ്രിയമുള്ളവരെ, അനേക ചികിത്സകൾ ചെയ്തു, തന്റെ സമ്പത്തെല്ലാം ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു, അനേകം വൈദ്യന്മാരുടെ അടുത്ത് പോയി, എന്നിട്ടൊന്നും അവളുടെ രോഗം സുഖമായില്ല. എന്നിട്ട് വചനം പറയുകയാണ്, അവളുടെ സ്ഥിതി പഴയതിനേക്കാൾ മോശമാവുകയാണ് ചെയ്തത്. യേശു വലിയൊരു ജനക്കൂട്ടത്തിനോടൊപ്പം നടന്നു പോകുന്ന സമയത്ത് ഈ സ്ത്രീ വിശ്വാസത്തോടെ വന്ന് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊടുകി. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മൾ നമ്മുടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, എപ്രകാരമാണ് ദൈവത്തെ ആരാധിക്കുക? നമ്മൾ ചുറ്റുമുള്ളവരിലേക്ക്, മനുഷ്യരിലേക്ക്, മറ്റുള്ളവരിലേക്കൊക്കെ നമ്മൾ നോക്കും. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ സ്ത്രീയെ നോക്കുക. ആ ജനക്കൂട്ടത്തിനിടയിലൂടെ യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ച് അവൾ കടന്നു വരികയാണ്. അവളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം കടന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സാഹചര്യം എന്തുമാകട്ടെ, ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നാം ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നമ്മളിപ്പോൾ കർത്താവിനായിട്ട് കൊടുക്കുക. പ്രിയമുള്ളവരെ, ഏതു സാഹചര്യത്തിലായിരുന്നാലും നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നവനാണ് സർവശക്തനായ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുനീർ കണങ്ങൾ കണ്ട് സന്തോഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ വേദനകൾ കണ്ട് മാറിയിരിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ വേദനകളിൽ നമ്മോടൊപ്പം സഹതപിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന സ്നേഹമുള്ളൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഈ സമയങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, നാം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതം മുഴുവനായും ഈ സമയങ്ങൾ നമ്മൾ കർത്താവിനായിട്ട് കൊടുക്കുക. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും
കർത്താവിന് നമ്മെ അനുഗ്രഹിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഇരു കരങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. പ്രിയമുള്ളവരെ, ഇരു കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ ഒരു അഗ്നിയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം, ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ ആയിരിക്കാം, നാളുകളായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, സങ്കടക്കടലിലൂടെ ഒരുപക്ഷെ നിങ്ങൾ പോകുന്നുണ്ടാവാം. പ്രിയമുള്ളവർ, ഏത് സാഹചര്യത്തിലായിരുന്നാലും നിന്റെ ദൈവത്തിന് ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ സാധിക്കും. നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇരു കരങ്ങളെയും ഉയർത്തി ഹൃദയം തുറന്ന് എല്ലാവരും ചേർന്ന് സ്വതന്ത്രമായി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശുവിനെ ഞാൻ ആരാധിക്കുന്നു. എനിക്കായി അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവൻ, എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ളവൻ, എന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന കർത്താവ്, എന്നെ അനുഗ്രഹമാക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമുക്ക് ചേർന്ന് പാടാം. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സർവശക്തനായ കർത്താവിനെ കണ്ടുകൊണ്ട് ശക്തമായ കരങ്ങളടിച്ച് സ്വാതന്ത്ര്യത്തോടെ ചേർന്ന് പാടുന്നു. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ, എന്നും രാജാധിരാജനാം യേശുവിനെ. ചേർന്ന് പാടുന്നു. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ, എന്നും രാജാധിരാജനാം യേശുവിനെ. അത്ഭുതങ്ങൾ അവൻ ചെയ്യും, അവൻ ചെയ്തിടും, നമുക്കാത്മാവിന്റെ കൃപ നൽകിടും. നിന്റെ മേൽ കൃപ വർഷിക്കും. അത്ഭുതങ്ങൾ അവൻ ചെയ്തിടും, നമുക്കാത്മാവിന്റെ കൃപ നൽകിടും. കരമുയർത്തിയടിച്ച് ഉച്ചത്തിൽ പാടി വാഴ്ത്തിടാം. ഉച്ചത്തിൽ പാടി വാഴ്ത്തിടാം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നാം തകർന്നു പോകാതെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ വേദനയിൽ നമ്മൾ ഇപ്രകാരം വിചാരിച്ചേക്കാം, ഇതുകൊണ്ടെല്ലാം അവസാനിക്കുമെന്ന്. ഒരുപക്ഷെ രോഗത്തോടെ ഞാൻ അവസാനിക്കുമെന്ന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, നീ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ ജീവിതത്തിന്റെ അവസ്ഥയിൽ നിന്നെ കരം പിടിച്ചു തീർത്തുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നിനക്ക് വേണ്ടി ഈ രാത്രിയിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ കാത്തിരിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ആ കർത്താവിനെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. എത്രയോ നന്മകൾ നമുക്ക് നൽകി, അവൻ ഏതെല്ലാം വഴികളെ തുറന്നു തന്നു. അവൻ നിനക്കായി പുതിയ വഴികളെ തുറന്നു തരും. നമുക്ക് നൽകി, അവൻ ഏതെല്ലാം വഴികളെ തുറന്നു തന്നു. അവത്താനർത്ഥങ്ങൾ യേശിടാതെ നമ്മെ ബലമുള്ള കരങ്ങളിൽ കരുതിയല്ലോ. കരുതുന്ന കർത്താവ് അവത്താനർത്ഥങ്ങൾ യേശിടാതെ നമ്മെ ബലമുള്ള കരങ്ങളിൽ കരുതിയല്ലോ. ഉച്ചത്തിൽ പാടി വാഴ്ത്തിടാം. ഉച്ചത്തിൽ പാടി വാഴ്ത്തിടാം. ഒരുപക്ഷെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥ നിനക്കുണ്ടാവാം. എല്ലാവരും വിലക്കപ്പെട്ട് കണ്ണുനീരിന്റെ അവസ്ഥയിൽ നീ മാറിയിരിക്കുന്നുണ്ടാവാം. പ്രിയ സഹോദര സഹോദരി, ഇതായി രാത്രിയിൽ നിന്റെ ജീവിതത്തിലേക്ക് അത്ഭുതം ചെയ്യാൻ കഴിവുള്ള കർത്താവ് കടന്നു വരുന്നു. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം. ഇതാണ് ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിലേക്ക് സർവശക്തനായ കർത്താവ് അത്ഭുതമായി കടന്നു വരുന്നു. ചേർന്ന് ആരാധിക്കാൻ നമുക്ക്. വൈരികൾ കൂട്ടമായി വരുന്ന നേരം നല്ല സംഗീതം നമുക്കായി ഒരുക്കിടുന്നു. കൂട്ടമായി വരുന്ന നേരം നല്ല സംഗീതം നമുക്കായി ഒരുക്കിടുന്നു. താഴാതെ വീഴാതെ കാത്തു സൂക്ഷിക്കുവാൻ വലം കരം പിടിച്ചെന്നും നടത്തിയിടുന്നു.
ഹല്ലേലൂയ. അത്ഭുതങ്ങൾ അവൻ ചെയ്തിടും. അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ആത്മാവിന്റെ കൃപ നൽകിടും. ആത്മാവിന്റെ കൃപ വർഷിക്കും. അത്ഭുതങ്ങൾ അവൻ ചെയ്തിടും. നമുക്ക് ആത്മാവിന്റെ കൃപ നൽകിടും. അതുകൊണ്ട് ചേർന്ന് ആരാധിക്കാം. കൈതാളമേളത്താൽ കിന്നരനാദത്താൽ ഉച്ചത്തിൽ പാടി വാഴ്ത്തിടാം. ശക്തമായി ചേർന്ന് പാടി ആരാധിക്കുന്നു. കൈതാളമേളത്താൽ കിന്നരനാദത്താൽ ഉച്ചത്തിൽ പാടി വാഴ്ത്തിടാം. ഹല്ലേലൂയ. കൈതാളമേളത്താൽ കിന്നരനാദത്താൽ ഉച്ചത്തിൽ പാടി വാഴ്ത്തിടാം. കൈതാളമേളത്താൽ കിന്നരനാദത്താൽ ഉച്ചത്തിൽ പാടി വാഴ്ത്തിടാം. അനുഗ്രഹിക്കുന്ന കർത്താവിനെ എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ, ആരാധന, 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 ആരാധന. ഓ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കുന്ന കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. യേശുവേ ആരാധന, 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 ആരാധന. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. യേശുവേ ആരാധന, 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 ആരാധന. ഓ hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഒരു നിമിഷം കൂടി നമുക്ക് നിൽക്കാം. റോമാലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, അത് നന്മയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. അത് നന്മയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നീ ഒരുപക്ഷെ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. വലിയ കണ്ണുനീരിൻ്റെ ഞെരുക്കത്തിൻ്റെ അവസ്ഥകൾ നിന്റെ ജീവിതത്തിലുണ്ടാകാം. ഓ പ്രിയ ദൈവജനമേ, അവയെല്ലാം നന്മയ്ക്കാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. അവ നന്മയ്ക്കാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. എന്നാൽ പ്രിയ സഹോദര സഹോദരി, ഈ രാത്രിയിൽ കർത്താവ് നിന്നോടൊരു ചോദ്യം ചോദിക്കാം. നീ എത്രയധികമായി എന്നെ സ്നേഹിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം തിരുവചനം. 3.5 വർഷക്കാലം തൻ്റെ കൂടെ നടന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് ഈശോ പ്രകാരം ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നവോ? പ്രിയ ദൈവവേദലേ, ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് നോക്കി പ്രകാരം ചോദിക്കുന്നുണ്ട്, നീ ഇവയെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്? നീ ഇവയെക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് അവനെല്ലാം നന്മയാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ഈശോയോട് പറയാം, ഓ എൻ്റെ കർത്താവേ, എൻ്റെ ജീവനേക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനേക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഉറപ്പോട് കൂടി ഒന്ന് ചേർന്ന് പറഞ്ഞേ, എൻ ജീവനേ കാളും നീ യേശുവേ, വലിയതാണ്. ഓ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു യേശുവേ. എൻ ജീവനേ കാളും
കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഉറപ്പോടെ എന്ന് പറഞ്ഞേ. എൻ ജീവനേ ഈശോയേ, നീ വലിയതാണെനിക്ക്. എന്റെ ഈശോ എനിക്ക് വലിയതാണ്. ആരാധന ചേർന്ന് ആരാധിക്കാം. ആരാധന ആമേൻ. ആരാധന ആരാധന എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനം. അവരിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഒരു ഏകസാധനം നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയ ദൈവവേദലേ, നീ നശിച്ചു പോകണമെന്ന് നിന്നെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ തകർന്നു പോകണമെന്ന് നിന്നെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ കണ്ണുനീരിൽ കഴിയണമെന്ന് നിന്നെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതാ തന്റെ പുത്രനെ നൽകുവാൻ തക്കവിധം നിന്നെ സ്നേഹിച്ച ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ കഷ്ടപ്പാടുകൾ എണ്ണുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ചേർന്ന് ആരാധിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ എന്റെ യേശു, അങ്ങേപ്പോലെ യേശുവേ. ഓ, അവരെ പോലെ മറ്റാരുമില്ല. തുല്യം ചൊല്ലാൻ എന്റെ യേശു, ആരുമില്ലേ എന്റെ യേശു, അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങയോട് ചേർന്ന് അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആമേൻ, 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 ആമേൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ഓ, കരങ്ങൾ ഉയർത്തി വീശി ആരാധന. ആരാധന എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. ആരാധന ആമേൻ. എന്റെ യേശുവേ, ആരാധന 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 ആരാധന. വീണ്ടും കരകളെ ഹൃദയത്തോട് ചേർത്ത് നമുക്ക് നിൽക്കാം. നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മെ എത്രമാത്രം കരുതുന്ന ഒരു ദൈവം. ജീവിതത്തിൽ എത്രയോ സാഹചര്യങ്ങളിൽ തകർന്നു പോയേക്കുമെന്ന് നമ്മൾ കരുതിയ സാഹചര്യങ്ങളിൽ കൈപിടിച്ചുയർത്തിയ ഒരു ദൈവം. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, നമ്മെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവം. ആ കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കാം. എൻ്റെ യേശുവിനെ ഞാൻ എൻ്റെ ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ഈ ലോകത്തിൽ ആർക്കും എന്നെ ഇപ്രകാരം സ്നേഹിക്കാൻ കഴിയില്ല. പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ഓ എൻ്റെ യേശുവേ, സ്നേഹമേ പ്രാണനേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. ഓ എൻ്റെ യേശുവേ, സ്നേഹമേ പ്രാണനേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. കരങ്ങൾ ഉയർത്തി വീശി ആരാധന. ആരാധന ഓ ആരാധന, ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ആരാധന യേശുവേ, ആരാധന ആരാധന എൻ്റെ ജീവനേക്കാൾ ആരാധന
ജീസസ് ഞാൻ ഏറ്റുപറയുന്നു. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആ വലിയവനായ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. യേശു എന്റെ ജീവിതത്തിൽ വലിയതായിട്ട് വരട്ടെ. യേശു എന്റെ കുടുംബത്തിൽ രാജാവായിട്ട് വരട്ടെ. യേശു എന്റെ ജീവിത മേഖലകളിലേക്ക് കടന്നു വരട്ടെ. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി വീശി എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. എല്ലാവരും ആരാധിക്കട്ടെ. ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ദൈവസാന്നിധ്യം നിറയട്ടെ. സൗഖ്യമേ 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 തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവനെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു കർത്താവ് എൻ്റെ ജീവിതത്തെയും എൻ്റെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവം. ആ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു. ആ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനേക്കാളുപരി ഞാൻ സ്നേഹിക്കുന്നു.